പൊന്നളിയ ചെത്ത് സാധനം 2000 രൂപയ്ക്ക് ഇറ്റ്സ് വർത്ത് എവറി പെനി ബ്രോ. വൺ ഓഡിയോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്റ്റുഡിയോ Pro 10 എന്ന് പറയുന്ന ഒരു ഹെഡ്ഫോൺ ആണിത്. ഓവർ ദ ഇയർ ഹെഡ്ഫോൺ ആണ്. കുറെ റിവ്യൂസും കാര്യങ്ങളും കണ്ടിട്ടാണ് ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്ന് ഹെഡ്ഫോൺ വാങ്ങിയത്. ഭീകര റിവ്യൂസ് ആണ് കിടക്കുന്നത്. ഞാൻ അങ്ങനെ യൂട്യൂബിലും കയറി ഇതിന്റെ കുറച്ച് റിവ്യൂസ് ഒക്കെ നോക്കി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസ് പലരും ഇതിന് പറയുന്നുണ്ടായിരുന്നു. വൺ ഓഡിയോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്റ്റുഡിയോ Pro 10 എന്ന് പറയുന്ന ഒരു ഓവർ ദ ഇയർ ഹെഡ്ഫോൺ ആണിത്. ചൈനീസ് ബ്രാൻഡാണ്. ഇതിന്റെ Pro 10 കൂടാതെ Pro 30 Pro 50 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലുകൂടെ ഉണ്ട്. ഡിസൈൻ ഒക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ്, പക്ഷേ കളറിനകത്ത് വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ബോക്സിലേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഹെഡ്ഫോൺ വെക്കാൻ പറ്റുന്ന ഒരു പൗച്ച് വരുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ വൺ ഓഡിയോയുടെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഹെഡ്ഫോൺ വരുന്നുണ്ട്. പിന്നെ 2 കേബിളാണ് വരുന്നത്. കണ്ടോ, ഈ ഒരു റെഡ് കേബിൾ വരുന്നുണ്ട്. അത് കൂടാതെ ഒരു ബ്ലാക്ക് കേബിളും വരുന്നുണ്ട്. ഈ റെഡ് കേബിളിന് അത്യാവശ്യം നല്ല നീളമാണ്. അതിൻ്റെ ഒരു അറ്റത്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് ഒരു സ്പ്രിങ് പോലൊരു സംഭവത്തിലും അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ റെഡ് കേബിളിൻ്റെ പിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടേ ഈ ഒരു 6.5 mm പിന്നും മറ്റേ അറ്റത്ത് 3.5 mm പിന്നുമാണ് വരുന്നത്. ഇത് കണക്ട് ചെയ്യാൻ നമ്മൾ ഹെഡ്ഫോണിനകത്ത് അതേപോലെ പോർട്ടുകളും ഉണ്ട്. അതേ കണ്ടില്ലേ, 6.5 mm പോർട്ടും ഉണ്ട്, 3.5 mm പോർട്ടും ഉണ്ട്. ഇനി ഇത് കൂടാതെ ഒരു ബ്ലാക്ക് ഓക്സ് കേബിൾ കൂടെ ഉണ്ട്. ആ ഓക്സ് കേബിളിൻ്റെ രണ്ടറ്റത്ത് 3.5 mm പിന്ന് തന്നെയാണ്. പക്ഷെ അത് കൂടാതെ ഇതിനകത്ത് നമുക്കൊരു മൈക്രോഫോൺ കൂടി വരുന്നുണ്ട്. അതിനകത്തൊരു ബട്ടണും വരുന്നുണ്ട്. ഈ ബട്ടൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ ഡിസ്കണക്ട് ചെയ്യാനും മ്യൂസിക് നാവിഗേറ്റ് ചെയ്യാനും ഈ ബട്ടൺ യൂസ് ചെയ്യാം. അതായത് ഒരു പ്രസ്സിൽ പോസ് ചെയ്യും, ഒരു പ്രസ്സിൽ പ്ലേ ചെയ്യും, പിന്നെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ്, ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് സോങ്, അങ്ങനെ മ്യൂസിക് ഒക്കെ നാവിഗേറ്റ് ചെയ്യാനും ഈ ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഈ ഓക്സ് കേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റും. മറ്റൊരു രസമുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഷെയർഡ് പോർട്ട് ടെക്നോളജി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഈ 2 പോർട്ട് ഉണ്ടല്ലോ, 2 ഓക്സ് പോർട്ട് ഉണ്ട്. അതിനകത്ത് നമ്മൾ സപ്പോസ് ഈ പോർട്ട് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ മറ്റോ കണക്ട് ചെയ്ത് എന്നിട്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് സൗണ്ട് കേൾക്കാം. ഇത് കൂടാതെ നമുക്ക് ഈ കേബിൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഇപ്പുറത്തെ പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് ഈ ഒരു എൻഡ് നമുക്ക് വേറൊരു ഹെഡ്ഫോൺ അല്ലെങ്കിൽ വേറൊരു വയേർഡ് ഹെഡ്ഫോണിൽ കണക്ട് ചെയ്താൽ നമുക്ക് ഒരു ഡിവൈസിൽ നിന്ന് ഈ ഹെഡ്ഫോണിലും മറ്റേ ഹെഡ്ഫോണിലും മ്യൂസിക് കേൾക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ എന്താണോ നമ്മൾ ലിസൺ ചെയ്യുന്നത് അത് നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു യൂസർ മാനുവൽ, 2 യൂസർ മാനുവൽ ബോക്സിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഗൈസ്, കിഡിലും ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതേ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു റെഡ് സ്റ്റിച്ചിങ്ങോട് കൂടി വൺ ഓഡിയോയുടെ ഒരു ബ്രാൻഡിങ് ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം കുഷനൊക്കെ ഉണ്ട്. നല്ല കുഷനിങ് ഒക്കെയാണ് വരുന്നത്, കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു 2000 രൂപയുടെ ഹെഡ്ഫോൺ ആണ് കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ MRP ഇതിനകത്ത് 5800 മറ്റോ ഒക്കെയാണ് അടിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് 2000 രൂപയ്ക്ക് ആമസോണിൽ ഇത് കിട്ടും. ഇതിൻ്റെ പ്രോ മോഡൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Pro 30 ഉണ്ട്, Pro 50 ഉണ്ട്. ഈ മോഡലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പ് മോഡലായ Pro 50 ആണെങ്കിൽ നിങ്ങൾക്ക് 4500 ആ റേഞ്ചിനകത്ത് അതും കിട്ടും. സ്റ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഹെഡ്ഫോൺ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കിഡിലും ബിൽഡ് ക്വാളിറ്റി, ശരിക്കും കിഡിലും ബിൽഡ് ക്വാളിറ്റി. ഈ പറയുന്ന പോലെ ഇങ്ങനെ സ്റ്റിച്ചിങ് കാര്യങ്ങളും നല്ല സോഫ്റ്റ് കുഷൻ വരുന്നുണ്ട്. ഹെഡ്ഫോണിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുഷനിങ് വരുന്നുണ്ട്. പക്ഷേ ഈ ഹെഡ്ഫോണിൻ്റെ ഈ കുഷൻ, ഈ ഒരു പീസ് കണ്ട് ഇത് അത്യാവശ്യം വലിയ പീസാണ്, മനസ്സിലായില്ല. നമ്മൾ ചെവി ഇതിലേ ഈ സൈഡിൽ നോക്കുമ്പോൾ വലിയ പീസായിട്ട് തന്നെ ഇൻസൈഡ് നോക്കുമ്പോഴത്തേക്കും നല്ല കുഷനിങ് ആണ്. പക്ഷേ ഈ കുഷനിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന നമ്മൾ ഇയർ വരുന്ന ഈ ഒരു ഡയമീറ്റർ ഉണ്ടല്ലോ, ഈ ഒരു ഡയമീറ്റർ കുറച്ചുകൂടെ വലുതായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചെവി കറക്റ്റായിട്ട് ഇതിനകത്ത് പ്ലേസ് ചെയ്താണ്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് എൻ്റെ ചെവി കഷ്ടിച്ച് ഇതിനകത്തിരിക്കും, പക്ഷേ ചിലർക്കൊക്കെ ചെവി ഇങ്ങനെ പ്രസ്സായിട്ടിരിക്കും. സോ നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു പെയിൻ വരാൻ സാധ്യതയുണ്ട് ചിലർക്കൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും ഓവർ ദി ഇയർ ഹെഡ്ഫോൺ ആണെങ്കിൽ പോലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ചെവി മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈം യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് സമയം ഇരുന്നൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആക്ച്വലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് റിമൂവബിൾ കുഷനാണ്. ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ ക്യാവിറ്റിയുള്ള കുഷൻ നിങ്ങൾക്ക് വേറെ മേടിച്ചതിനകത്ത് ഇടാം കേട്ടോ, അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു പോരായ്മ പോലെ പറഞ്ഞു, അതൊന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഈ ഹെഡ്ഫോണിൻ്റെ ഈ ഒരു പാർട്ടുണ്ടല്ലോ, ഇത് നമുക്ക് ഏത് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നെക്കിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ വെച്ച് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാനും പറ്റും. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെ സംഭവം, 2000 റുപ്പീസിൻ്റെ ഹെഡ്ഫോണിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു ഹെഡ് ബാൻഡിൽ വരുന്നത് ശരിക്കും മെറ്റൽ പീസാണ്. കണ്ടോ, സാധാരണഗതിയിൽ ഈ ഇത്രയും പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഹെഡ്ഫോണിലൊന്നും ഇങ്ങനെ മെറ്റൽ പീസ് വരുന്നത് വളരെ റെയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെടുത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി വന്നിട്ടുണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക് തന്നെയാണ്. ഈ ഹെഡ്ഫോണിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ വരുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ്. സ്റ്റിൽ ഇറ്റ് ഷോസ് ഇറ്റ്സ് എ പ്രീമിയം ഫിനിഷിങ്. ഈ ഒരു ക്രോം ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ഒരു ക്രോമിൻ്റെ അതിപ്രസരമൊന്നും കൊടുക്കാതെ അത്യാവശ്യം ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത്
ഞാൻ ഇത്രയും നല്ലതെന്ന് പറയുന്നതിൻ്റെ റീസൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദേ ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഇനി നമുക്ക് സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ച് ബാസ് ബൂസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡ്ഫോൺ തന്നെയാണിത്. സ്റ്റിൽ മിഡ് ആണെങ്കിലും ട്രിബിൾ ആണെങ്കിലും ഒരുപാട് ക്രഷ് ചെയ്യാത്ത രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുവിധം അത്യാവശ്യം നല്ല രീതിയിൽ ബാസ് നിൽക്കുമ്പോൾ പോലും നമുക്ക് ട്രിബിളും മിഡ് ഫ്രീക്വൻസീസും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് ഈ ഹെഡ്ഫോണിലൂടെ. ഞാൻ ടോപ്പ് ബ്രാൻഡുകളുടെ ഹെഡ്ഫോണിനെക്കാളും അടിപൊളിയാണെന്നൊന്നും അല്ല പറയുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മൾ ഓഡിയോ ടെക്നിക്കയുടെ M50X എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്, അതുമായിട്ടൊക്കെയാണ് പലരും ഈ ഒരു ഹെഡ്ഫോണിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ കേട്ട് നോക്കിയ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് ബ്രാൻഡ്സുകളുടെ ലോ എൻഡ് ഹെഡ്ഫോണുകളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്താലും ടോപ്പ് ബ്രാൻഡുകളുടെ ബഡ്ജറ്റ് ഹെഡ്ഫോണുകൾ ഉണ്ടല്ലോ, അതായത് ഒരു 4000 6000 റേഞ്ചിലൊക്കെ വരുന്ന ടോപ്പ് ബ്രാൻഡുകളുടെ ഹെഡ്ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ഫോർ ബെറ്റർ തന്നെയാണ് വൺ ഓഡിയോയുടെ ഈ ഹെഡ്ഫോൺ. സോ എനിക്ക് ഒരുപാട് പേഴ്സണലി ഈ ഹെഡ്ഫോൺ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇറ്റ്സ് വർത്ത് എവറി പെന്നി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും, അതായത് സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഈ ഹെഡ്ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ തോന്നിയ നെഗറ്റീവ് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ബൈ.